അപ്പൊ പെരപ്പണിന്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി RS ജലമിത്ര എന്ന ടീമിനെ കൊണ്ട് ഫിൽറ്റർ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫുള്ള് പരിപാടിയും കഴിഞ്ഞിട്ട് കുറെ കാലം ഉപയോഗിച്ചിട്ട് ഈ കോയിലിൽ കൂടെ ഒക്കെ ചളിയും വെള്ളം ഒക്കെ പാടെ കയറിയതിന് ശേഷം അല്ല ഇത് ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ കുടിയിരിക്കുന്നതിന് മുന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മള് ചില പെരയിലൊക്കെ കാണാം ഈ ബാത്റൂമിലൊക്കെ ആകെ ഒരു ജായി കറ കോൽക്കയർ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ വരും. നമ്മളെ പെരന്റെ ഉള്ളിലത്തെ ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഒരു വൃത്തിയായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇരുമ്പ്, ചളി, മണം, കറ ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഒരു മാസത്തിന്റെ ഉള്ളിൽ നിങ്ങളെ വെള്ളം ക്ലിയർ ആവാത്ത എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ആ പൈസ തിരിച്ചു തരും, ₹1 കുറയാതെ. ഈ സാധനത്തിന് നിങ്ങൾക്ക് 3 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ ഈ നെല്ലിപ്പലക അങ്ങനത്തെ കല്ലുകളൊക്കെ ആയിട്ടുള്ള നാച്ചുറൽ സാധനങ്ങളാണ് ഇവർ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ് വാറന്റി ഇവർക്ക് തരാൻ കഴിയും. നിങ്ങൾ വീടുകൾക്ക് മാത്രമേ ഇത് ചെയ്യണുള്ളൂ? വീട് മാത്രമല്ല, നമ്മൾ ഹോട്ടലുകള്, ഹോസ്പിറ്റല്, അതിന് പെട്രോൾ പമ്പ്, നമ്മൾ ഏകദേശം കൊമേഴ്സ്യൽ എല്ലാം ചെയ്യണ്ട. നമ്മള് കുടിവെള്ളത്തിൽ കിച്ചണിന് നമുക്ക് ബാക്ടീരിയ അതേമാതിരി pH കുറവ് അങ്ങനെ അസിഡിക് ആയ വെള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ പ്യൂരിഫയർ വെച്ചിട്ട് അത് നമുക്ക് ശരിയാക്കാൻ പറ്റും. അമോണിയ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ വെള്ളം നമുക്ക് ക്ലിയർ ചെയ്യാം. ഇവരെ വർക്ക് കേരളം മൊത്തം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അയക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഫിൽറ്റർ ആവുന്നതിന്റെ മുമ്പുള്ള വെള്ളം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. ഇനി ഫിൽറ്റർ ആയതിനു ശേഷമുള്ള വെള്ളം ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഈ ഗ്ലാസ് കുറച്ച് പഴയ ഗ്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. എന്തായാലും നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം. വെള്ളത്തിന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും RSന്റെ അടുത്ത് പരിഹാരമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി.